ലണ്ടൻ ബത്തേരിയിലെ കാഴ്ചകൾ ചുരുക്കി എഴുതാം. അതിന് ഉത്തരം എൻ്റെ അന്ന് വരെയുള്ള ജീവിതത്തിലെ ഏറ്റവും നീണ്ട ഉച്ഛ്വാസമായിരുന്നു. ഏറ്റവും നീണ്ട ഉച്ഛ്വാസം തീവ്രമായ ഒരു അനുഭവത്തിൻ്റെ സൂചനയാണല്ലോ. ജീവിതത്തിൽ ആദ്യമായി ചവിട്ടുനാടകം കണ്ട ജെസിക്ക എന്ന കഥാപാത്രത്തിൻ്റെ അനുഭവം പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി ചുരുക്കി എഴുതുക. എറണാകുളത്തെ TCM ഹാളിൽ വെച്ചാണ് ജെസിക്ക ആദ്യമായി ചവിട്ടുനാടകം കണ്ടത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി കലോത്സവത്തിൽ അവതരിപ്പിച്ച കാറൽസ്മാൻ ചരിതത്തിലെ കുറച്ചു രംഗങ്ങളായിരുന്നു അത്. പാട്ടിന്റെ തമിഴ് കലർന്ന ഭാഷ ജെസിക്കയ്ക്ക് മനസ്സിലാകുന്നതായിരുന്നില്ല. ബദ്ധശത്രുവായ അൽബിറാന്തിന്റെ മകൻ പെരംബ്രാസ് കാറൽസ്മാനെ വെല്ലുവിളിക്കുന്ന രംഗത്തോടെയാണ് ചവിട്ടുനാടകം ആരംഭിച്ചത്. കാറൽസ്മാന്റെ പാരികളിൽ പ്രധാനിയായ റോൾദാൻ അവിടെ ഉണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം ഒന്നും ചെയ്യാൻ തയ്യാറായില്ല. ഇത് കണ്ട് ദേഷ്യം വന്ന കാറൽസ്മാൻ ചെങ്കോലെടുത്ത് റോൾദാനെ അടിക്കുന്നു. റോൾദാൻ ദുരിന്താനെ എന്ന തന്റെ വാളൂരുന്നു. പടയാളികൾ കാറൽസ്മാനെ രക്ഷിക്കുന്നു. റോൾദാന്റെ തല വെട്ടാൻ ചക്രവർത്തി ആജ്ഞാപിക്കുന്നു. എന്നാൽ ചക്രവർത്തിയുടെ ആജ്ഞ സൈനികർ അനുസരിച്ചില്ല. കാരണം റോൾദാൻ അവരുടെ പ്രിയപ്പെട്ട പടനായകനായിരുന്നു. നാടകം കഴിയുന്നതുവരെ ജെസിക്ക അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. എന്തിനാണ് അള്ളിപ്പിടിക്കുന്നതെന്ന് അമ്മ ചോദിച്ചപ്പോൾ അതിന് ഉത്തരം ജെസിക്കയുടെ നീണ്ട ഉച്ഛ്വാസമായിരുന്നു. വളരെ തീവ്രമായ ഒരു അനുഭവമായിരുന്നു ചവിട്ടുനാടകം ജെസിക്കയ്ക്ക് നൽകിയത്. അത് അത്രമാത്രം ഭയപ്പെടുത്തുന്ന ഒന്നായതിനാലാണ് നാടകത്തിന്റെ അവസാനം ദീർഘമായ നിശ്വാസം അവളിൽ നിന്നുണ്ടായത്. താരതമ്യക്കുറിപ്പ്. ലണ്ടൻ ബത്തേരിയിലെ കാഴ്ചകൾ, കളിവിളക്കിൽ തിരുനാളം എന്നീ പാഠഭാഗങ്ങൾ വായിച്ചല്ലോ. കലാരൂപങ്ങൾ കാണാൻ പോയ കുട്ടികളുടെ അനുഭവങ്ങളാണ് രണ്ടു രചനകളിലും ഉള്ളത്. നോവൽ ഭാഗത്തിലെ കുട്ടിയുടെയും കലാമണ്ഡലം രാമൻകുട്ടി നായരുടെയും അനുഭവങ്ങൾ സമാന സ്വഭാവമുള്ളതാണോ? ചർച്ച ചെയ്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. കളിവിളക്കിൻ തിരുനാളം എന്ന പാഠഭാഗത്ത് കലാമണ്ഡലം രാമൻകുട്ടി നായർ കഥകളി കാണാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവമാണ് വിവരിച്ചിരിക്കുന്നത്. ലണ്ടൻ ബത്തേരിയിലെ കാഴ്ചകൾ എന്ന പാഠഭാഗത്ത് ജെസിക്ക എന്ന പെൺകുട്ടിയുടെ ചവിട്ടുനാടകം കാണാൻ പോയപ്പോഴുണ്ടായ അനുഭവവും പറയുന്നു. രണ്ടു പാഠഭാഗങ്ങളിലും കലാരൂപങ്ങൾ കാണാൻ പോയ അനുഭവം കുട്ടികളുടെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്നു. രണ്ടു പാഠഭാഗങ്ങളിലെയും കുട്ടികളുടെ വൈകാരിക പ്രതികരണം സമാനമാണ്. ഭയമാണ് രണ്ടുപേരിലും ഉണ്ടാവുന്നത്. രാമൻകുട്ടി നായർക്ക് കഥകളി കണ്ട അനുഭവം പിൽക്കാലത്ത് നല്ലൊരു കഥകളി നടനാകാൻ പ്രചോദനമായി തീർന്നു. ജെസിക്കയ്ക്ക് ഉണ്ടായ ചവിട്ടുനാടകത്തിലെ അനുഭവം അവളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒന്നാണെങ്കിലും അവൾ പിന്നീട് വല്ലപ്പോഴും മാത്രമേ ചവിട്ടുനാടകം കണ്ടിട്ടുള്ളൂ. രണ്ടുപേരിലും കലാരൂപങ്ങൾ സൃഷ്ടിച്ച സ്വാധീനം വ്യത്യസ്തമാണ്. ബാല്യകാല അനുഭവങ്ങൾ വ്യക്തിജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതായി ഇരു പാഠഭാഗങ്ങളിലും കാണാം.